ഇന്ന് നമ്മൾ ഒരു നല്ല ഓറഞ്ച് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ക്രീം കേക്ക് ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്യുന്ന ഓറഞ്ച് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഐസിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കാണ് ഇപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓറഞ്ച് ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസിങ് സെപ്പറേറ്റ് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓറഞ്ച് സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഈ ഒരു ഓറഞ്ച് സ്പോഞ്ച് കേക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കിലോയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു 3 ലെയറായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 3 or 4 എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ 3 പീസായിട്ട് മുറിച്ചൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്രീം എപ്പോഴും ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിരിക്കുന്ന ക്രീമായിരിക്കണം. ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ടിരിക്കുന്ന ക്രീം ആവരുത്. ഇതുപോലെ ക്രീമി രൂപത്തിലുള്ളത് തന്നെ ആയിരിക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ, അത് മറക്കരുത്. ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു മാക്ടോപ്പിൻ്റെ ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധുരം പാകത്തിന് ഉണ്ടാവും. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ എടുക്കും മധുരം ഇല്ലാത്തതാണെങ്കിൽ പാകത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. കാരണം നമ്മൾ കേക്കിൻ്റെ പീസ് വെക്കുന്ന സമയത്ത് തെന്നി മാറാതെ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം വെക്കുന്ന കേക്കിൻ്റെ ലെയർ എന്ന് പറയുന്നത് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മേൽഭാഗത്തു നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് ഏറ്റവും മേലെ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ഭാഗം ഏറ്റവും അടിയിലായിട്ടാണ് വെക്കുന്നത്. താഴേന്ന് അങ്ങനെ വെച്ച് വന്നാൽ മതി. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ്. അപ്പം ഈ ഒരു കേക്കിൽ അത്യാവശ്യം നനയുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും സിറപ്പാക്കി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിനുള്ള ക്രീം ആക്കി കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണോ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്യുക്ക് ഐസിങ് ടിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിൽട്ടൻ്റെ ക്യുക്ക് ഐസിങ് ടിപ്പാണ്. നമ്പർ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 789 ക്രീമിൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, പക്ഷേ ഇങ്ങനെ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ക്രീം ആക്കി കൊടുക്കുക. കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ സിറപ്പും ക്രീമും മാത്രം മതി. ചോക്ലേറ്റിനൊന്നും ആവശ്യമില്ല. ഈ ഒരു ക്രീം കൊണ്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ കേക്ക് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ കുറച്ച് ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് സൈഡിലൂടെയൊക്കെ ആദ്യം കുറച്ച് ക്രീം ഇട്ടിട്ട് ഫസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുത്തതിന് ശേഷം ബാക്കി ക്രീം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യൽ. ഇനി നിങ്ങൾക്ക് എല്ലാം ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഫസ്റ്റ് ചെറിയൊരു കോട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ കേക്കിൻ്റെ പൊടിയൊന്നും ഒരുപാട് ക്രീമിലേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. എളുപ്പത്തിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നല്ല നീറ്റാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവണം. നന്നായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. പക്ഷേ ഇപ്പം തന്നെ പെട്ടെന്ന് ഒഴിക്കരുത്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഗനാഷ് ഒഴിച്ചാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ക്രീമൊക്കെ താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റ് ആയിക്കോട്ടെ. ഒരു 1 മണിക്കൂർ വെക്കുക. സമയമില്ലെങ്കിൽ ഒരു 30-35 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും 1 മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിൻ്റെ മേലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആ ക്രീം ഒരു 2-3 സെക്കൻഡ് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. ഒരുപാട് സമയം വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒരു 1 കപ്പ് ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റും
1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നമ്മൾ ഗനാഷിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ട് രണ്ടും കൂടെ ചൂടാവുക, പെട്ടെന്ന് ഇളക്കണ്ട, ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ പിന്നെ നന്നായിട്ട് മിക്സാക്കി ഇളക്കി പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും. മൈക്രോവേവിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളം അടിയിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ഓഫാക്കുക. എന്നിട്ട് അത് ഇതിൽ കിടന്ന് മെൽറ്റാവട്ടെ. എന്നിട്ട് ഇനിയും ചോക്ലേറ്റ് മെൽറ്റാവാൻ ബാക്കിയുണ്ടെങ്കിൽ തീ ഒന്നുകൂടെ ഓണാക്കിയിട്ട് ഒന്നുകൂടെ അങ്ങ് തിളപ്പിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ മെൽറ്റായി കിട്ടിക്കോളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ്. നമ്മൾ സാധാരണ വൈറ്റും ഡാർക്കൊക്കെ വാങ്ങിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓറഞ്ച് കളർ പിന്നെ ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് അതുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ ഈ ഒരു ചൂടോടുകൂടെ തന്നെ ഒഴിക്കുന്നില്ല. ഒരു റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത്, അതായത് കൈകൊണ്ട് തൊട്ട് വെക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല. ഇനി ഇതിൽ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. പിന്നെ ഗനാഷ് റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറേ മുൻപ് തന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ഒഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇത് കട്ടിയായിട്ടുണ്ടാവും, കുറച്ചൊരു കട്ടി കൂടിയിട്ടുണ്ടാവും. ആ ഒരു കട്ടിയോടുകൂടി തന്നെ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചാൽ കറക്റ്റ് ആവില്ല. അതായത് കേക്കിൻ്റെ മേലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി പോകുന്ന ഒരു രീതിയിലാവണം. ഇൻ കേസ് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കട്ടി കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രം കമിഴ്ത്തിയിട്ട് അതിന് മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഒഴിക്കുന്ന സമയത്ത് താഴേക്ക് നമുക്കധികം പോവില്ല, എന്തായാലും പോവുകയാണെങ്കിൽ അത് ആ പ്ലേറ്റിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മേലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി കേക്ക് നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു ഒഴുക്കിൽ തന്നെ കേക്കിൽ മൊത്തത്തിൽ അങ്ങ് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഗനാഷിന് പാകത്തിന് ലൂസ് ഉണ്ടാവണം. ഭയങ്കര ടൈറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ ഒഴുകി പോവില്ല. കേക്ക് മൊത്തത്തിൽ ഈ ഒരു ഗനാഷ് കൊണ്ട് കവർ ചെയ്തെടുക്കണമെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. ഈ ഗനാഷ് ഒഴിച്ച ഉടനെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കി എടുത്തതാണ്. അതും ഇതുപോലെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം, എന്നാലും ഇങ്ങനെ ഒഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ഗനാഷ് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഒരുപാടൊന്നും വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റും 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഇത്തിരി ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് ഗനാഷ് ഒഴിച്ച ഉടനെ തന്നെ ഇത് ഒഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് ഒഴുകി വരുമെന്നില്ല. കാരണം ഓറഞ്ചിൻ്റെ ഗനാഷ് സെറ്റ് ആവുക ആ ഒരു ഒഴുക്കിൽ തന്നെ വേണം. ഇനി കേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലത്തെ ചോക്ലേറ്റ് ഗാർണിഷൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാനും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. നിർബന്ധമല്ല, നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സൈഡിലൂടെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ചുറ്റിലും. അതുപോലെ തന്നെ കേക്കിൻ്റെ മേൽഭാഗത്തും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക് ഐഡിയക്ക് അനുസരിച്ചിട്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് പുതിനയുടെ ഇലയും കൂടി വെച്ചിട്ടുണ്ട്. ഓറഞ്ചിലെ ഒരു പച്ച വരുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായത് തണുപ്പോട് കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും ഇത് മുറിച്ച് കഴിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് റെസിപ്പി തന്നെയായിരിക്കും, ഗനാഷൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. Thank you.